എല്ലാവർക്കും നമസ്കാരമുണ്ടേ. സ്ക്രീനിൽ കാണുന്നതേ ഒരു ഞാലിപ്പൂവിൻ്റെ കൊലയാണേ. നിങ്ങളിപ്പോൾ ഈ മനസ്സിൽ വിചാരിച്ചത് ഇതെന്ത് ചെറുതാണെന്നല്ലേ? സത്യത്തിൽ എൻ്റെ വാഴയും ചെറുതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ വളർച്ച, ഒരു വാഴക്കൊലയുടെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത് 3 മാസമല്ല, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് അതിൻ്റെ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ഞാൻ അതിൻ്റെ വാഴത്തണ്ടും വാഴക്കച്ചിയും വാഴയിലയും എല്ലാം കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ തെങ്ങിന് അപ്ലൈ ചെയ്താണ് കൊടുത്തത്. തെങ്ങിന് വളമായി മാറും ഓഫ് കോഴ്സ്. നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. കണ്ടോ, തേങ്ങയായാലും അത്യാവശ്യം പിടിക്കുന്ന ഒരു തെങ്ങാണത് കേട്ടോ. പിന്നീട് നമ്മുടെ വാഴത്തോട്ടത്തിൽ കൂടെ പോകുന്ന സമയത്തെ ഒരു വാഴക്കൂമ്പ് ശ്രദ്ധയിൽപ്പെട്ടെ. അപ്പം ഞാനത് അപ്പം തന്നെ പറിച്ചെടുത്തു. ഇനി ഇത് പരിപ്പ് കൂട്ടി കറി വെക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കൂമ്പ് കിട്ടുവാണെങ്കിൽ. വാഴക്കൊലയിൽ നിന്നേ കാകളെല്ലാം വെളിയിൽ വന്ന ശേഷം കൂമ്പ് വെട്ടിമാറ്റണം. വെട്ടിമാറ്റിയ ശേഷം അവിടെ വാഴക്കച്ചി കൊണ്ട് കെട്ടിവെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാഴക്കൊലയ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണേ.